നാഗാനനം നഗസുതാതനയം ഗണേശം നാഗേശഭൂഷണമഹേശ്വരനന്ദനം തം നാകപ്രവാസിഭിരഹം മുനിഭിശ്ച വന്ദ്യം നാനാവിഭൂഷണയുതം സതതം നമാമി. ജലധരുചിമനോജ്ഞം ദേവദേവാധിനാഥം ദരജലജഗദാരി പ്രോജ്വലധസ്തപദ്മം കനകമണിവിഭൂഷാപീതചേലാഭിരാമം ഗുരുപവനപുരേശം വിഷ്ണുമീഡേ സദാഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സ്വസ്തി ചിന്മയം കൂട്ടായ്മയിലെ അഭിവന്ദ്യ ആചാര്യനായ ഭാഗവത കൗസ്തുഭം ബ്രഹ്മശ്രീ കണ്ഠമംഗലം നാരായണൻ നമ്പൂതിരി സാറിൻ്റെ പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സ്വസ്തി ചിന്മയം കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവത് സ്തോത്രങ്ങളായ ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലെന്ന പോലെ അത്ര വിപുലവും ശ്രുതിമധുരവുമായി മറ്റൊരു സാഹിത്യത്തിലും ഇല്ല. ആ സ്തോത്രങ്ങളിൽ ആദി ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി വളരെ ശ്രേഷ്ഠമാണെങ്കിലും ഹ്രസ്വമാണ്. എന്നാൽ നാരായണീയം അതിലും വലിയ സ്തോത്രമാണല്ലോ. മറ്റു സ്തോത്രങ്ങളെ അപേക്ഷിച്ച് നാരായണീയത്തിൻ്റെ ആകർഷകത്വം ഒന്ന് വേറെ തന്നെയാണ്. ഭക്തന്മാർ ഏറ്റവും അധികം ആരാധിച്ചു പോരുന്ന ഒരു സ്തോത്രമാണ് നാരായണീയം. ഈ സ്തോത്രത്തിൻ്റെ നിർമ്മാണം കൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വാതരോഗത്തു നിന്നും വിമുക്തനായി ആയുരാരോഗ്യ സൗഖ്യം സമ്പാദിച്ചു എന്നതാണ് പരമഭക്തന്മാരെ നാരായണീയം ആകർഷിക്കുവാൻ കാരണമാകുന്നത്. ദ്വേധ നാരായണീയം, അതായത് സാക്ഷാത് നാരായണന്റെ കഥാപ്രതിപാദകവും നാരായണ കവി നിർമ്മിതവും ആണെന്ന് ഭട്ടതിരി തന്നെ അവസാന ശ്ലോകത്തിൽ പറയുന്ന ഈ സ്തോത്രം വളരെ ശ്രേഷ്ഠം തന്നെയാണ്. ഭഗവാനെ നേരിട്ട് അഭിസംബോധനം ചെയ്ത് കഥാകഥനം ചെയ്യുന്നതാണ് ഈ വിഷയത്തിൽ കവിയുടെ വിജയരഹസ്യം എന്ന് തന്നെ പറയാം. അതായത് നാരായണീയത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭഗവാനെ അഭിസംബോധന ചെയ്യുകയാണ്. അല്ലയോ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ദശകത്തിലും ഭഗവാന്റെ ചരിതവും മഹാത്മ്യമൊക്കെ അദ്ദേഹം വർണ്ണിക്കുന്നത്. ഭാഗവതം ഭക്തിപ്രധാനമായ ഒരു മഹാഗ്രന്ഥമാണ്. എങ്കിലും ലൗകികങ്ങളും ആത്മീയങ്ങളുമായ അനേകം ശാസ്ത്രതത്വങ്ങൾ അതിൽ സന്ദർഭമനുസരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവയെല്ലാം വേദാന്തം, സാഖ്യം, യോഗം, ഭക്തി, കർമ്മം, ധർമ്മം എന്നീ ശാസ്ത്രമർമ്മങ്ങളെ കുറിച്ചാണ്. അവ പണ്ഡിതന്മാർക്ക് തന്നെ ഗ്രഹിക്കാൻ പ്രയാസമാണ്. ഭാഗവതത്തിലെ അത്തരം ഭാഗങ്ങളെ ഗഹനതയേറിയ ആശയങ്ങളെയാണ് ഭട്ടതിരി നാരായണീയത്തിലെ ലളിതവും മനോഹരവുമായ ഭാഷയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭട്ടതിരിയുടെ ഈ പാഠവം ശ്ലാഘനീയം തന്നെയാണ്. ഭാഗവതത്തിൻ്റെ സംഗ്രഹമായ നാരായണീയത്തിലും ഭക്തിമാർഗമാണ് അനായാസേന മോക്ഷം പ്രാപിക്കുവാനുള്ള മാർഗമെന്ന് സമർത്ഥിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയിലുള്ള ഭക്തി വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്. ഇത് നമുക്ക് പല ദശകങ്ങളിലും കാണാം. സാഹിത്യകാരന്മാർ ഭക്തിയെ ഒരു രസമായിട്ടല്ല, ഭാവമായിട്ടാണ് കാണുന്നത്. അതിനെ വിമർശിച്ചുകൊണ്ട് വേദാന്ത പണ്ഡിതനും ശ്രീകൃഷ്ണ ഭക്തനുമായ മധുസൂദന സരസ്വതി ഭക്തി രസായനം എന്ന ഗ്രന്ഥത്തിൽ ഭക്തിക്ക് രസത്വം മാത്രമല്ല ശൃംഗാരാദി രസങ്ങളെക്കാൾ മേന്മ ഉണ്ടെന്ന് കൂടി സമർത്ഥിക്കുന്നുണ്ട്. അപ്പോ പണ്ഡിതനായിട്ടുള്ള വേദാന്ത പണ്ഡിതനായിട്ടുള്ള മധുസൂദന സരസ്വതി ഭക്തി രസായനം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഈ രൗദ്രം, കരുണം, ഭയാനകം തുടങ്ങിയ ഈ രസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാകുന്ന എവിടുന്നാ? ശരിക്ക് ക്രോധം, ശോകം, ഭയം എന്നീ ഭാവങ്ങളിൽ നിന്നാണ്.
അപ്പോ അവയൊന്നും നേരിട്ട് ശരി സുഖം തരുന്നതിനൊക്കെ വിരോധികളാണ് ഈ രസങ്ങളൊക്കെ. രൗദ്രം, കരുണം, ഭയാനകം ഇവയെല്ലാം. പക്ഷേ ഭക്തി അങ്ങനെയല്ല. ഭക്തിയുടെ സ്ഥായീഭാവമായ ഭഗവത് പ്രേമത്തിൽ മറ്റുള്ള ഭാവങ്ങളിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ 1000 ഇരട്ടി ആനന്ദം അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ടും ഭക്തിയുടെ രസത്തെ നിങ്ങൾ മണ്ടന്മാരെ പോലെ നിഷ്കാരണം നിഷേധിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഭക്തി എന്ന വലിയൊരു പരമാനന്ദം തരുന്ന രസമാണത്. അപ്പോ ഭക്തിയെ രസമായി തന്നെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ആ രസം മറ്റു രസങ്ങളെക്കാളും ഈ സാഹിത്യകാരന്മാർ പറയുന്ന നവരസങ്ങളില്ലേ, സാഹിത്യകാരന്മാർ പറയുന്ന നവരസങ്ങളെക്കാളും എത്രയോ മേന്മയുള്ളതാണ്, ഉത്കർഷമുള്ളതാണെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ആ ശ്ലോകം ഇതാണ്, കേട്ടോളൂ. ക്രോധശോകഭയാദീനാം സാക്ഷാത് സുഖവിരോധിനാം രസത്വമഭ്യുപഗതം തഥാനുഭാവമാത്രത ഇഹാനുഭവസിദ്ധോപി സഹസ്രഗുണിതോ രസ ജഡേനേവ ത്വയാ കസ്മാതകസ്മാതപലപ്യതേ. ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്തിനാ ഈ തള്ളിക്കളയണ ഈ ഭക്തിയെ? ഭക്തി എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ രസങ്ങളെക്കാട്ടിലും 1000 ഇരട്ടി ആനന്ദം, സ്ഥായിയായ ആനന്ദം നൽകുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്, അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഭക്തിരസം ചിലർ പറയാറുണ്ട്, ഭക്തിയെ ഒരു പഞ്ചമ പുരുഷാർത്ഥമായിട്ടും പറയാറുണ്ട്. 4 പുരുഷാർത്ഥങ്ങൾ, അതിൽ 5ാമത്തെ പുരുഷാർത്ഥമായിട്ടും ഭക്തിയെ പറയാറുണ്ട്. ഭക്തി കൊണ്ട് മോക്ഷം നേടാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ മോക്ഷം ഒരു പുരുഷാർത്ഥമാണ്. അപ്പോൾ ഭഗവാനിൽ ഭക്തി, നിഷ്കളങ്കമായ ഭക്തി നമ്മൾ വർദ്ധിപ്പിച്ചെടുത്ത് ഭഗവാനെ പൂജിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ ചരിതങ്ങൾ കേട്ട് ആ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിച്ചാൽ മറ്റു 2 മാർഗങ്ങളെക്കാളും കർമ്മയോഗം, ജ്ഞാനയോഗം, അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് അനായാസേന മോക്ഷം നേടാൻ കഴിയും എന്നാണ് ഭാഗവതം പറയുന്നത്. ആ ഭാഗവതത്തെ അനുസരിച്ച് രചിച്ച ഈ നാരായണീയവും പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് വിഷ്ണു ഭക്തന്മാര് ഈ നാരായണീയത്തിലെ മേൽപ്പത്തൂര് പല വിഷ്ണു ഭക്തന്മാരുടെയും ചരിതങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം നാരദന്റെ ജനനം, നാരദൻ ആ ബ്രഹ്മാവിന്റെ മടിയിൽ നിന്ന് ഉണ്ടായെന്ന് പറയാറുണ്ട്. ആ നാരദന്റെ ആ ജന്മം അത് എടുത്തു പറയുന്നുണ്ട് അല്ലേ. നാരദശ്ച ഭഗവൻ ഭവത് അംഘ്രിദാസ, അവിടെ എടുത്തു പറയണ നാരദൻ അങ്ങയുടെ ആ പാദസേവകനായ നാരദൻ അദ്ദേഹവും ഉണ്ടായി. അങ്ങയുടെ പാദസേവകനായിട്ടുള്ള പരമഭക്തനായ നാരദനും ജനിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു വിശേഷണമാണ് അവിടെ. ഭവത് അംഘ്രിദാസ, അങ്ങയുടെ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദഭക്തനായിട്ടുള്ള ആ നാരദനും ജനിച്ചു എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. പിന്നെ നമുക്കറിയാം ധ്രുവചരിതം, അജാമിളന്റെ കഥ, ചിത്രകേതുവിന്റെ കഥ, പ്രഹ്ലാദന്റെ കഥ, ഇന്ദ്രദ്യുമ്നൻ അല്ലെ, ഗജേന്ദ്രമോക്ഷം അറിയാം നമുക്ക്, അംബരീഷിന്റെ കഥ. ഈ കഥകളൊക്കെ, ഈ ഭക്തന്മാരുടെ ഈ കഥകളെല്ലാം നമുക്ക് നല്ലൊരു സന്ദേശം കൂടി തരുന്നുണ്ട്. ധർമാധിഷ്ഠിത ജീവിതം നയിക്കുവാനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ ഭക്തന്മാരുടെ കഥ നൽകുന്നത്. അപ്പോൾ നാം ഭഗവാനെ സേവിക്കണം. നമ്മുടെ ചേഷ്ടകളില്, നാം ചെയ്യുന്ന കർമ്മങ്ങളില് ധർമ്മത്തിന് നിരക്കാത്തതൊന്നും ചെയ്യരുത്. ധർമാധിഷ്ഠിതമായി കർമ്മങ്ങൾ ചെയ്യണം. ക്ഷേമോന്മുഖമായ കർമ്മങ്ങൾ ചെയ്യും. ജനങ്ങളെ സേവിക്കുക, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യണമെന്ന് കൂടി ഇവിടെ ഈ ഭക്തന്മാരുടെ ഈ ചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കണം. അത് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം അംബരീഷന്റെ കഥയൊക്കെ അല്ലേ, വളരെ മനോഹരമായിട്ട് മേൽപ്പത്തൂർ അതൊക്കെ വിവരിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ അംബരീഷൻ, പിന്നെ ഗോപികകള്, അക്രൂരൻ, ഉദ്ധവർ, ഇതാണ് വേറെ ഒരു, ഇവരുടെയൊക്കെ ഭക്തി വളരെ വ്യത്യസ്തമായിട്ടാണ് നാം കാണുന്നത്. ഒരു പ്രത്യേക ഭക്തിയായിട്ടാണ് നമുക്ക്. ഭക്തി എല്ലാവർക്കും ഒരുപോലെയെന്ന് പറയാൻ പറ്റില്ല. പലതരത്തിലുള്ള പലരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അവരുടെ ഇംഗിതത്തിനനുസരിച്ചിട്ടാണ്. അപ്പോ ഇവിടെ ഗോപികമാരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ മധുരഭക്തി എന്നാണ് പറയുക. അതിന് ഭഗവാനിൽ അനുരാഗമാണ് അവർക്കുള്ളത്. അക്രൂരനാണെങ്കിലോ നിഷ്കളങ്ക ഭക്തനാണ്, ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചിരിക്കുകയാണ്. ഉദ്ധവരും അതുപോലെ തന്നെ ഭക്തനാണ്. അപ്പോൾ ഈ 3 പേരുടെ ഭക്തി നോക്കിയാൽ നമുക്കിവിടെ ഈ ദശകം 72 നമുക്ക് കാണാൻ കഴിയുന്നത് അക്രൂരരുടെ ആ നിഷ്കളമായിട്ടുള്ള, നിഷ്കളങ്കം എന്ന് പറയട്ടെ,
യാതൊരു കളങ്കവുമില്ലാത്ത നിഷ്കളങ്കം, അല്ലെ, ആ കളങ്കവുമില്ലാത്ത കളങ്കരഹിതമായ ആ ഭഗവാനിലുള്ള പരിശുദ്ധ ഭക്തിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിനി ആ ദശകം 72 ഒന്ന് എത്തി നോക്കാം. അക്രൂര ആഗമനം എന്നാണ് ഈ ദശകത്തിന്റെ ഈ കഥയുടെ പേര്. ഇവിടെ മേൽപ്പത്തൂര് 12 ശ്ലോകങ്ങൾ കൊണ്ടാണ് ഈ അക്രൂരരുടെ ആഗമനം വിവരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ കഥ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 38-ാം അധ്യായത്തിലാണ് പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ഭാഗം. പിന്നെ കുറച്ചുകൂടി ഇതിൽ നമുക്ക് കാണാൻ കഴിയും, ചെറിയൊരു ഭാഗം, അതായത് 39-ാം അധ്യായത്തിന്റെ 12 ശ്ലോകം വരെ വേണമെങ്കിൽ ഇതിലുണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് മേൽപ്പത്തൂര്. ഇതിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കംസോധ നാരദഗിരാവ്രജവാസിനം ത്വാം എന്നാണ്. അപ്പൊ അവിടെ പറയുന്നത് കംസൻ നാരദന്റെ വാക്ക് അനുസരിച്ചിട്ടാണത്രേ. അപ്പോൾ നാരദൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ നാരദഗിര, അല്ലെ, കംസൻ നാരദന്റെ വാക്കുകൊണ്ടാണത്രേ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കിയത് എന്നാണ് പറയുന്നത്. നാരദന്റെ വാക്കനുസരിച്ചിട്ടാണ് അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കിയത്. എന്താ അർത്ഥത്തിന്റെ? നാരദൻ പറഞ്ഞു കംസനോട് നാരദൻ പറയാൻ ഇത്ര വൈകിച്ചു. നോക്കൂ, അമ്പാടിയിൽ താമസിക്കാൻ തുടങ്ങി ഈ കുട്ടികൾ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പതാ കുറെ അസുരന്മാരെ വധിച്ചു കഴിഞ്ഞു. രാമകൃഷ്ണന്മാര് കുറെ അസുരന്മാരെ, പൂതന മുഖക്കുള്ള അസുരന്മാരെ, പൂതന രാക്ഷസിയാണ്, പൂതന ആസുരിയായിട്ടുള്ള, അല്ലെ, രാക്ഷസി പൂതന, പിന്നെ തൃണാവർത്തൻ, ശകടാസുരൻ, ബകാസുരൻ, വത്സാസുരൻ, ധേനുകാസുരൻ, ഇങ്ങനെ അസുരന്മാരെ, എത്രയോ അസുരന്മാര്. ഇവരൊക്കെ ശരിക്കും കംസന്റെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ വന്ന് ഈ 2 ബാലന്മാരെ വധിക്കാൻ, ശ്രീകൃഷ്ണനെ പ്രത്യേകിച്ചും വധിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ കംസന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടില്ല ശ്രീകൃഷ്ണനും ബലരാമനും വസുദേവരുടെ പുത്രന്മാരാണ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, എത്ര കാലം ഇങ്ങനെ അമ്പാടിയിൽ ഈ പശുക്കളെ മേച്ചുകൊണ്ട് നടക്കും, അല്ലെ? എന്താണ് അവതാരത്തിന്റെ ഉദ്ദേശം? ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക. പല ദുഷ്ടന്മാരെയും നിഗ്രഹിച്ചു, ഇനിയും ബാക്കിയുണ്ട്. അതില് കംസനെ നിഗ്രഹിക്കാൻ പോകുന്നത് കൃഷ്ണനാണല്ലോ. അപ്പോ സമയം അടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോ മധുരയിലേക്ക് പോകാനും കംസനെ നിഗ്രഹിക്കാനുമുള്ള സമയം അടുത്തിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ നാരദ മഹർഷി തന്നെ ചെന്ന് പറയാണ് കംസനോട്. അത് പറയുന്ന സന്ദർഭം എങ്ങനെയാന്ന് വെച്ചാൽ അരിഷ്ടവധത്തിന് ശേഷമാണ് പറയുന്നത്. നാം പഠിച്ചിട്ടുണ്ട് ഇതില് ഇതിനു മുമ്പ് 70-ാം ദശകത്തിലുണ്ട് അരിഷ്ടവധം. ഛന്ദസാം നിധിമവാപഭവന്തം എന്ന് പറയുന്നുണ്ട്. ഛന്ദസ്സുകളുടെ നിധിയായ അങ്ങയെ പ്രാപിച്ചു. ആ കാളയുടെ രൂപത്തിൽ വന്ന അരിഷ്ടാസുരൻ എന്ന് പറയുന്നുണ്ട് അവിടെ. ഛന്ദസ്സുകളെ നിധിയാണേ, വേദങ്ങളുടെ നിധിയാ. എങ്ങനെയാ അങ്ങയെ അങ്ങോട്ട് പ്രാപിക്കാൻ പറ്റുക? പക്ഷേ പ്രാപിക്കാൻ നോക്കി എന്നാണ്, അതാണ് പറയുന്നത് അവിടെ. അപ്പൊ അങ്ങനെയാണ് അവിടെ ആ അരിഷ്ടവധത്തെ പറ്റി പിന്നെ പറയുന്ന, അരിഷ്ടനെ വധിക്കുന്നത്. അപ്പൊ ആ അരിഷ്ടവധത്തിന് ശേഷമാണ് കംസനോട് പറയുന്നത് നാരദൻ, മഹാരാജാവേ, അങ്ങ് വലിയൊരു, അങ്ങയുടെ യശസ് കൊണ്ട് ഈ ലോകം മുഴുവൻ അങ്ങ് നിറഞ്ഞിരിക്കുകയാണല്ലോ, അങ്ങ് വളരെ കേമനാണല്ലോ, അങ്ങയെ വധിക്കാൻ 2 പേരുണ്ട്, ഒരുത്തൻ വളർന്നതാ അവിടെ അങ്ങനെ കളിക്കുന്നുണ്ട് അമ്പാടിയിൽ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് കൃഷ്ണനും രാമനും വസുദേവരുടെ പുത്രന്മാരാണ് എന്ന് ബോധിപ്പിക്കുകയാണ്. അത് കേട്ടപ്പോഴേക്കും കംസൻ ആകെ ഭയായി. അയ്യോ, തന്നെ വധിക്കാനുള്ളവരാണോ അവര്? പിന്നീട് ആലോചിക്കുകയാണ് എങ്ങനെയാണ് അവരെ വധിക്കുക. പിന്നെ ഒരു ഉപായം കണ്ടെത്തി, ഒരു ധനുര്യാഗം നടത്താം ഇവിടെ. അപ്പോ തൻ്റെ മരുമക്കളല്ലേ, അവരെയൊക്കെ അവിടെ ഇങ്ങോട്ട് ക്ഷണിക്കാം, എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കാം. അവിടുത്തെ ഗോകുലവാസികളെയും രാമകൃഷ്ണന്മാരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കുക, അവരിങ്ങോട്ട് വരട്ടെ. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെയൊക്കെ തീരുമാനിക്കാമെന്ന് കരുതിയിട്ട്, തീരുമാനമൊക്കെ കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാളെ പറഞ്ഞയക്കണം രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ആലോചിച്ചപ്പോൾ കംസന് തോന്നി അക്രൂരനെ പറഞ്ഞയക്കാൻ തോന്നി. തന്റെ മന്ത്രിയായിട്ടുള്ള അക്രൂരൻ കംസന്റെ മന്ത്രിയാണെങ്കിലും ഭഗവാനിലാണ് ഏറ്റവും വലിയ ഭക്തി.
പറയാറില്ലേ, ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞ പോലെ അവിടെ നിൽക്കാതെ പറ്റില്ലല്ലോ മന്ത്രിയായിട്ട്. എന്നാലല്ലേ ഉപജീവനം കഴിക്കാൻ പറ്റൂ അല്ലേ. തൻ്റെ നാടുമാണ് മധുരയില്. അപ്പൊ അങ്ങനെ അവിടെ മന്ത്രിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കംസന്റെ. അപ്പോ ഭഗവാനെ കാണണമെന്ന് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് അക്രൂരര്. അക്രൂരൻ എന്നും പറയാം, അക്രൂരര് എന്നും പറയാം. അത് ബഹുമാനായിട്ട് പറയണം അക്രൂരര് എന്ന് ബഹുവചനായിട്ട്, അല്ലെങ്കിൽ അക്രൂരൻ എന്നും പറയാം ഏകവചനായിട്ട്. അപ്പൊ അക്രൂരൻ ഇങ്ങനെ ഇങ്ങനെ വെമ്പുകയാണ് ഭഗവാനെ കാണാൻ വേണ്ടി. എങ്ങനെ എനിക്ക് കാണാൻ പറ്റുക? പക്ഷേ കംസനോട് പറയാൻ പറ്റുമോ എനിക്ക് കാണാൻ പോകണം എന്നുള്ളത്? അതും വയ്യ. പേടി, മനസ്സിൽ ഭയം ഉണ്ട് നല്ലോണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കംസൻ തന്നെ പറയാണ്, അക്രൂര, നീ പോയിട്ട് എൻ്റെ മരുമക്കളായിട്ടുള്ള ആ രാമകൃഷ്ണന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, എല്ലാവരെയും ഈ ധനുർയാഗത്തിന് ക്ഷണിക്കൂ എന്ന് പറയാണ്. ഉദ്ദേശം എന്താണ്? ധനുർയാഗമാണ് എന്നുള്ള വ്യാജേന അവരെ ഇങ്ങോട്ട് വരുത്തിയിട്ട് ചാണൂരനെയും അല്ലെ ചാണൂരനെ കൊണ്ടോ അല്ലെങ്കിൽ മുഷ്ടികനെ കൊണ്ടൊക്കെ വധിപ്പിക്കുക, അല്ലെങ്കിൽ ആ കുവലയാപീഠം എന്നുള്ള ആനയെ കൊണ്ട് വധിപ്പിക്കുക. ഇതൊക്കെയാണ് ആലോചന. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ദുരുദ്ദേശമാണ് കംസനിൽ ഉള്ളത്. കംസന്റെ പ്രധാനമായിട്ടുള്ള ഇപ്പൊ ആവശ്യം തന്റെ പ്രാണൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ കംസൻ തന്നെ പറഞ്ഞപ്പോഴേക്കും അക്രൂരന് സന്തോഷായി. ഓ, രാജാവ് തന്നെ പറഞ്ഞുല്ലോ എന്നോട് ആ ഭഗവാനെ കൊണ്ടുവരാൻ പോവാൻ. ഭഗവാനെ ഇനി കാണാലോ പോയിട്ട്. ഞാൻ എന്നും പൂജിക്കുന്ന ആ സാക്ഷാത് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനാണ്. ശ്രീകൃഷ്ണനും ബലരാമനും ജഗദീശ്വരന്മാരാണെന്ന് അറിയാം അക്രൂർക്ക്. അപ്പൊ അക്രൂർ വിചാരിക്കുകയാണ്, ഓ, എനിക്ക് പോയി കാണാൻ കഴിയൂലോ എന്തായാലും എന്ന് പറഞ്ഞ പോലെ. അപ്പോ അങ്ങനെ അതാണ് ഇവിടെ രണ്ടാമത്തെ ശ്ലോകത്ത് പറയുന്നത്. അക്രൂരയേഷ ഭഗവൻ, അല്ല അങ്ങനെയല്ല, അക്രൂരയേഷ ഭവദംഘ്രിപരസ്ഥിരായ. ഭവദംഘ്രിപര എന്നാണ് കേട്ടോ. അക്രൂരയേഷ ഭവദംഘ്രിപരസ്ഥിരായ എന്നാണ്. അക്രൂര് കുറെ കാലമായിട്ട് അങ്ങയുടെ ഭവദംഘ്രിപരനാണ്, അങ്ങയുടെ പാദദാസനാണ്. അങ്ങയുടെ പാദദാസനായിട്ടുള്ള അക്രൂര് കുറെ കാലമായിട്ട് ഇങ്ങനെ അങ്ങയെ കാണാന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ത്വദ്ദർശന അക്ഷമമനാഹ എന്നാണ്. അങ്ങനെ കാണാൻ ആലോചിച്ചുകൊണ്ട് അങ്ങനെ അങ്ങയെ കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ആ കംസന്റെ ആജ്ഞ കൊണ്ട് തന്നെ പുറപ്പെട്ടു അവിടുന്ന്. അതിന് ഒരു അവസരം കിട്ടിയപ്പോ അപ്പോഴേക്കും അക്രൂരക്ക് ഭഗവാനെ കാണാൻ ഉള്ള ഒരു അവസരം കിട്ടി എന്ന് മനസ്സിലായപ്പോ ആനന്ദം കൊണ്ട് തന്നെ ആനന്ദഭാരം നല്ലോണം ഉണ്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ. ഇപ്പൊ എന്തായി? അപ്പൊ അതാ പറയുന്നത്. അപ്പൊ ആനന്ദഭാരം അതിഭൂരിതരം ബഭാര എന്നാണ് മേൽപ്പത്തിൽ പറയുന്നത്. അങ്ങനെ അത്യധികം ആനന്ദഭാരത്തെ വഹിച്ചു. പരമാനന്ദം തോന്നി അക്രൂരക്ക്. പിന്നീട് എന്താണ് ഉണ്ടാവുന്നത്? മൂന്നാം ശ്ലോകത്ത് പറയുന്നത്, വേഗം തന്നെ രാവിലെ എഴുന്നേറ്റ് നേരത്തെ രഥത്തിൽ അങ്ങോട്ട് കയറി അദ്ദേഹം അങ്ങോട്ട് പുറപ്പെടുകയാണ്. അപ്പോ രഥത്തിൽ അങ്ങോട്ട് പുറപ്പെട്ടു. അതാണ് സോയം രഥേന സുകൃതി ഭവതോ നിവാസം എന്ന് പറയുന്ന ശ്ലോകം. അതാണ് മൂന്നാമത്തെ ശ്ലോകം. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പുറപ്പെട്ട് രാവിലെ തന്നെ ഭഗവാനെ നല്ലവണ്ണം പ്രാർത്ഥിച്ചു. ഒരു വിഘ്നം ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ശരിക്കും പറഞ്ഞാല് അക്രൂര് ഈ പോകുന്ന വഴിക്ക് പോകുമ്പോൾ ചിന്തിക്കുന്നത് ഭഗവാനെ കുറിച്ച് മാത്രമാണ്, വേറെ ഒരു ചിന്തയില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഭഗവാനിൽ അദ്ദേഹത്തിന്റെ പരമഭക്തി, ഭഗവാനെ കുറിച്ച് മാത്രം ഉള്ള ആ ഓരോരോ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് മാത്രമാണ് മനസ്സിൽ മുഴുവനും. അങ്ങനെ അദ്ദേഹം ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതാണ് പറയുന്നത്, ഗച്ഛൻ മനോരഥ ഗണാം സ്ത്വയി ധാര്യമാന എന്നാണ്. ഭവതോ നിവാസം ഗച്ഛൻ, അങ്ങയുടെ നിവാസത്തിലേക്ക് പോവാൻ അമ്പാടിലേക്ക് വരികയാണ്. പക്ഷേ എന്താണ്? അങ്ങയെ സംബന്ധിച്ച് ഉൾക്കൊള്ളുന്ന അഭിലാഷങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഇനി കുറെ ചിന്തകളാണ്. അത് ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച ചിന്തകൾ പറയുന്നുണ്ട്. അത് മേൽപ്പത്തൂർ ഇവിടെ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്, ഓരോ ശ്ലോകം കൊണ്ടൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഭാഗവതത്തിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ എന്തൊരു സുഹൃത്താണ് ചെയ്തിരിക്കുന്നത്, ഭഗവാനെ കാണാനൊരു അവസരം കിട്ടിയത്. ഞാനൊരു അധമനാണല്ലോ ശരിക്ക്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പുണ്യമൊന്നും, പിന്നെ എങ്ങനെ എനിക്കൊരു അവസരം കിട്ടി ഭഗവാനെ കാണാൻ എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടാണ് അക്രൂര്. ഭഗവാന്റെ നല്ല ഭക്തിയുണ്ട്, എങ്കിലും എങ്ങനെയാണ് ഭഗവാനെ കാണാനുള്ള അവസരം കിട്ടിയത്? അതോ ഇവിടെ ഈ കംസന്റെ രാജധാനിയിലാണെങ്കിൽ എല്ലാ എന്താ പറയേണ്ടത്, ചുറ്റുപാടും അവിടെ തനിക്ക് അനുകൂലല്ല, പ്രതികൂല ഭഗവാനെ കാണാൻ.
പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാ. പക്ഷെ അവസാനം എന്തുണ്ടായി? ഇപ്പോ അത് അനുകൂലമായി തീർന്നു. എന്നിട്ട് ഭഗവാൻ അതായത് ഭഗവാനെ കാണാൻ പോയിക്കോളാൻ ഭഗവാൻ ശത്രുവായിട്ടുള്ള കംസൻ തന്നെ പറയാണ്, അക്രൂര പോയിട്ട് കൊണ്ടുവരും അവരെ എന്ന്. അതാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു അവസരം വന്നു ചേരും എന്നാണ് അത് കാണിക്കുന്നത്. അങ്ങനെയാണ് അക്രൂരക്ക് അങ്ങനെ ഒരു അതാണ് അക്രൂർ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഓ, കംസൻ ശരിക്കും തന്നെ കംസന്റെ അനുഗ്രഹം തന്നെയാണെന്നാണ് പറയുന്നത്. കംസൻ ദുഷ്ടനാണെങ്കിലും കംസൻ തന്നെ പൊക്കോളാൻ പറഞ്ഞില്ലേ, അതൊരു അനുഗ്രഹമായിട്ടാണ് ഇവിടെ അക്രൂർ എടുക്കുന്നത്, കംസന്റെ ആജ്ഞ. അങ്ങനെ ആണ് അവിടെ പറയുന്നത്. അപ്പോ അങ്ങനെ വഴി കൂടെ ഇങ്ങനെ ആ മാർഗത്തിലൂടെ അങ്ങനെ രഥം ഓടിച്ചുകൊണ്ട് രഥം ഇങ്ങനെ തെളിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോ ചിന്തിക്കുന്നത് ഭഗവാനെ കുറിച്ച് മാത്രമാണ്. അപ്പോ എന്തൊക്കെയാ ചിന്തിക്കുന്നത് വെച്ചാൽ, ഞാൻ അവിടെ എത്തിയാൽ ഭഗവാൻ വിചാരിക്കുകയാണ്, ഭഗവാനെ കാണാൻ കഴിയുമോ എന്നാണ് ആദ്യം വിചാരിക്കുന്നത്. ദ്രക്ഷ്യാമി വേദശതഗീതഗതി ഒന്നുകൂടി ചൊല്ലാം. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം എന്നാണ് പറയുന്നത്. വേദശതഗീതഗതിയാണ്. എന്താ അർത്ഥം പറഞ്ഞതിന്റെ? വേദങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട ആ മോക്ഷസ്ഥാനമാണ് ആ പുരുഷൻ. അങ്ങനെയുള്ള ആ പുരുഷനെ കാണാൻ പറ്റുമോ എനിക്ക് എന്ന് വിചാരിക്കുകയാണ്. ഇനിയോ അദ്ദേഹത്തെ കണ്ണൊന്ന് സ്പർശിക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹത്തെ ഒന്ന് നോക്കാൻ, അദ്ദേഹം എന്നെ നോക്കുവോ? കിം ഭക്ഷ്യതേ സഖലു, എന്നെ നോക്കുവോ അദ്ദേഹം? അദ്ദേഹനെ കെട്ടിപ്പിടിക്കുവോ? ഇതൊക്കെയാണ് ചിന്ത മനസ്സിൽ മുഴുവൻ എന്താ ചിന്ത. അതായത് അവിടെ എത്തിയാൽ രഥത്തിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ അവിടെ എത്തിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? ഭഗവാൻ തൻ്റെ രണ്ട് കൈകളും ആ കരകമലങ്ങൾ താൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ, അത് ഭാഗവത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, തൻ്റെ ഭഗവാൻ തൻ്റെ കരകമലങ്ങള് തൻ്റെ ശിരസിൽ വെക്കുവോ? ആ കരകമലങ്ങൾ എങ്ങനെയുള്ളതാണ്? ആ കരകമലങ്ങള് ഈ സംസാര ദുഃഖത്തെ തീർത്ത് മോക്ഷം കൊടുക്കുന്ന കൈകളാണത്. ആ കൈകൾ തൻ്റെ തലയിൽ വെക്കുവോ? പിന്നെ പറയാണ്, ആ രൂപം, ഭഗവാന്റെ ആ സ്വരൂപം മഹർഷിമാര് പോലും അവരുടെ മനസ്സിൽ മാത്രം കാണുന്ന രൂപമാണത്. അത് നേരിട്ട് കാണാനുള്ള അവസരം കിട്ടാൻ വളരെ വിഷമാണ്, ദുർലഭമാണ് അവർക്ക് കൂടി ഈ ദർശനം ഭഗവാന്റെ. ആ ഭഗവാനെ ഞാൻ എൻ്റെ മാംസചക്ഷുക്കളെ കൊണ്ട് കാണാൻ പോവുകയാണ്, നേരിട്ട് കാണാൻ പോവുക. ഇതൊക്കെ എനിക്ക് സാധിക്കുമോ എന്ന് കൂടി ആലോചിച്ചുകൊണ്ടാണ്, ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് അക്രൂർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പാടിയിലേക്ക്, മധുരയിൽ നിന്ന് അമ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം ആയപ്പോഴാണത്രേ അവിടെ എത്തിയത്. വൈകുന്നേരം, അതായത് രാവിലെ പുറപ്പെട്ട അക്രൂരൻ അമ്പാടിയിൽ എത്തുന്നത് വൈകുന്നേരം. അപ്പോ മധുരയിൽ നിന്നും അമ്പാടിയിലേക്ക് എത്താൻ ശരിക്കും അത്രയൊന്നും സമയം വേണ്ട എന്നാണ് പറയണത്. 3 ക്രോസ് എത്ര ദൂരമുള്ളൂ ശരിക്ക്. ഏകദേശം നമ്മൾ പറയുമ്പോൾ ഇവിടെ ഏകദേശം ഒരു 14-15 എത്രയോ കിലോമീറ്റർ ആണ്. നേരിട്ടാണെങ്കിലും കുറവാ, 10 കിലോമീറ്റർ. നേരിട്ട് വരികയാണെങ്കിൽ 10 കിലോമീറ്റർ ഉള്ളൂ നേരിട്ടുള്ള ദൂരം, സ്ട്രെയിറ്റ്. അങ്ങനെ വരാൻ പറ്റില്ല, പക്ഷേ പണ്ട് കുതിരകൾക്കൊക്കെ അങ്ങനെ വരാൻ പറ്റുമല്ലോ. അങ്ങനെ ഉള്ള ദൂരം, അങ്ങനെയാണ് അത്രേ ആ ദൂരം. അപ്പോൾ അത് 10-15 കിലോമീറ്ററിന് വേണ്ടി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം എടുത്തു എന്നാണ് പറയുന്നത്. എന്താണ് അതിന് കാരണം? ഈ അക്രൂരില് വഴിക്ക് വെച്ച് ഇങ്ങനെ ഓരോ ചിന്തകളാ ഭഗവാനെ കുറിച്ച്. അപ്പൊ അറിയാണ്ട് നിന്നു പോകും. അപ്പൊ രഥം നിന്നു അവിടെ. ഇടയ്ക്ക് രഥം മാറി വേറെ വഴിക്ക് പോകും, പിന്നെ ആദ്യം ഇങ്ങോട്ട് വരും. ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് പോകുമ്പോൾ വഴി തെറ്റുന്നുണ്ടായിരിക്കാം. അങ്ങനെ തെറ്റി അങ്ങനെ വന്ന അവസാനം വൈകുന്നേരമായപ്പോഴേക്കും ലക്ഷ്യസ്ഥാനത്തെത്തി. കാരണം എന്താണ്? ഭഗവാൻ തൻ്റെ ഭക്തനെ എപ്പോഴും രക്ഷിക്കും, അവനെ അവിടെ എത്തിക്കും, ആ ലക്ഷ്യത്തിൽ എത്തിച്ചോളും എന്ന ഭഗവാന്റെ പ്രേരണ കൊണ്ട് എവിടെ എങ്ങോട്ട് പോയാലും അവസാനം ലക്ഷ്യത്തിൽ എത്തിച്ചേരും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ അക്രൂര് ആ വൃന്ദാവനത്തേക്കാണ് എത്തിയെന്നാണ് പറയുന്നത്. ഇവിടെ ഭാഗവതത്തിൽ പറയുന്നത് ഗോകുലത്തിൽ എത്തിയെന്നാണ് പറയുന്നത്. ഇവിടെ ആദ്യം വൃന്ദാവനത്തിൽ എത്തിയെന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്. അപ്പൊ അടുത്ത് തന്നെയാണല്ലോ വൃന്ദാവനമൊക്കെ. അപ്പോ പറയുന്നത്, ഭൂയക്രമാദഭിവിശൻ ഭവദംഘ്രിഭൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്നൈവ ലഗ്നൈവ പ്രമോഹേ കിം കിം ദശാന്തരമവാപന പങ്കജാക്ഷ. അല്ലയോ പങ്കജാക്ഷ, ആ അക്രൂര് ഇവിടെ വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും, അതാണ് പറയുന്നത് ഇവിടെ, എത്തിക്കഴിഞ്ഞപ്പോൾ ആ വൃന്ദാവനം കണ്ടപ്പോൾ, ആ വൃന്ദാവനം എങ്ങനെയുള്ളതാണ്?
അതായത് പരമശിവനും ബ്രഹ്മാവും ദേവന്മാരും ഒക്കെ വന്ദിക്കുന്ന വൃന്ദാവന. എന്താ കാരണത്തിന്? സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ ഓടിക്കളിക്കാൻ നടന്ന സ്ഥലമാണത്. ഭഗവാന്റെ പാദം കൊണ്ട് ആ പാദന്യാസം ആ പാദം ഇങ്ങനെ വെച്ചത് കൊണ്ട് അവിടെയൊക്കെ വളരെ പ്രശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണത്. അവിടുത്തെ ഓരോ രേണുക്കളും ആ മൺപൊടികളൊക്കെ ഭഗവാന്റെ കാലിന്റെ സ്പർശം ഏറ്റു എന്നാണ് പറയുന്നത്. അപ്പോ അത്രയും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ആ വൃന്ദാവനം. അത് കണ്ടപ്പോഴേക്കും അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് ആനന്ദം നിറഞ്ഞ് തുളുമ്പാൻ തുടങ്ങിയതാണ്. പരമാനന്ദം. അതാണ് ആനന്ദം അഗ്നൈവ ലഗ്നൈവ പ്രമോഹേ. അപ്പോഴേക്കും ആ ഭക്തിയുടെ ആധിക്യം കൊണ്ട് അദ്ദേഹം ആ രഥം അവിടെ നിർത്തിയിട്ട് രഥത്തിൽ നിന്ന് ചാടി. അതാ ചാടാനാ പോണെങ്കിപ്പോ രഥം ചാടുകയാണ്. ഭാഗവത്തിൽ എടുത്ത് പറയുന്നുണ്ട്, രഥാത് അവസ്കന്ധ്യ എന്നാ പറയുന്നത്. ചാടിയിട്ട് അത്രേ, രഥത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എന്നാണ്. എന്നിട്ട് ഒന്നും ആലോചിച്ചില്ല, വേഗം തന്നെ ആ വൃന്ദാവനത്തെ നല്ലോണം നോക്കി ഒന്ന് തൊഴുതു വന്ദിച്ചു. പിന്നീട് എന്താണ്? പശ്യന്നവന്തത ഭവദ്യുഹൃതി സ്ഥലാനി ത്വാംസുഷവേഷ്ടത ഭവച്ചരണാങ്കിതേഷു. അങ്ങയുടെ ആ കാൽപ്പാട് ഇങ്ങനെ പതിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കടന്ന് ഉരുളത ചെയ്തത്. കാരണം ആ പൊടികൾ തന്നെ തൻ്റെ മേലിങ്ങനെ തട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഭഗവാന്റെ രേണുക്കൾ, തൻ്റെ ആ പാദരേണുക്കൾ തൻ്റെ ശരീരത്തിൽ തട്ടിയാൽ അതൊരു പരമാനന്ദമാണ്, മോക്ഷപ്രാപ്തിക്കുള്ള ഒരു കവാടമാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം അങ്ങനെ അവിടെ കിടന്ന് ആ ഭക്തി കാരണം, ഭഗവാനുള്ള ഭക്തി കൊണ്ട്. ഇവിടെ നാട്യമൊന്നുമല്ല ഇത്, ഭക്തി ഉണ്ടെന്ന് അടിക്കലല്ല, തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന നിഷ്കളങ്ക ഭക്തിയുടെ ഒരു പരിണാമമാണിത്. അതിൻ്റെ ഒരു പ്രകാശനമാണ്. അക്രൂരരുടെ ആ ഭക്തിയുടെ പ്രകാശനമാണ് ഇവിടെ കാണുന്നത്. അല്ലാണ്ട് അക്രൂരെ എല്ലാവരും കാണിക്കാൻ വേണ്ടി കിടന്ന ഉരുളല്ല ഇത്. അതാ മനസ്സിലാക്കേണ്ടത് നമ്മൾ. പലരും എന്ത് ചെയ്യും? അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഗംഭീരമായിട്ട് മറ്റൊരു കാണാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടും. അതല്ല ഇവിടെ ഭഗവാൻ, ഇവിടെ തനിക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് മോഹമില്ല, ഫലച്ച ഒന്നുമില്ല. ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് ആ സമയത്തുള്ളൊരു റിയാക്ഷൻ, പെട്ടെന്നുള്ള ഒരു തൻ്റെ മനസ്സിൽ തോന്നിയതാണ് അവിടെ കിടന്ന് ഉരുണ്ട് ആ ഭഗവാന്റെ പൊടി തൻ്റെ മേൽ പറ്റണേ എന്നുള്ള ആ ഭഗവാനോടുള്ള ആ ഒരു ഭക്തി, അതാണ് അവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ എങ്ങനെയാണ് ഈ ഭഗവാന്റെ കാലടിയാണ് കാണുന്നത് എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? അതിന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഭാഗവത്തില്. ഭഗവാന്റെ ആ പാദങ്ങളുടെ ആ അടയാളം അതിവിടെ എടുത്തു പറയുന്നുണ്ട്. പറഞ്ഞുതരാം, കേട്ടോളൂ ഈ ശ്ലോകം കൊണ്ട്. അതായത് അതിൽ പറയുന്നുണ്ട് ഒരു ശ്ലോകം കൊണ്ട് ഭാഗവത്തില്, പദാനി തസ്യാഖില ലോകപാല കിരീട ജുഷ്ടാമലപാദരേണോ ദദർശഗോഷ്ഠേ ക്ഷിതികൗതുകാനി വിലക്ഷിതാന്യബ്ജയവാങ്കുശാദ്യൈഹി എന്നാണ്. അബ്ജം, യവം, അങ്കുശം എന്നിവയുടെ അടയാളം കാണണ്ടത്ര അവിടെ. അപ്പൊ അത് കണ്ടാൽ മനസ്സിലാവും നമുക്ക്. ആ താമര, യവം, അങ്കുശം എന്നിവയുടെ അടയാളം കാണുമ്പോൾ മനസ്സിലായി ഇത് ഭഗവാന്റെ കാൽപ്പാട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി. അതാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് ഭാഗവത്തില്. ഇവിടെ പറയുന്നത് ഭവച്ചരണാങ്കിതേഷു എന്നേ പറയുന്നുള്ളൂ, പക്ഷെ അത് മേൽപ്പത്തിൽ ചുരുക്കി പറഞ്ഞതാണ്. അപ്പൊ അവിടെ ആ ഭഗവാന്റെ കാൽപ്പാട് നമുക്ക് വേറെ കണ്ടാൽ മനസ്സിലാവും. സാധാരണക്കാരുടെ കാൽപ്പാട് പോലെയല്ല, അതുപോലെയല്ല ഭഗവാന്റെ കാൽപ്പാട് എന്നുള്ളത് എടുത്തു പറയാൻ ഇവിടെ. അതാണ് അടയാളപ്പെട്ടവയും. അതാണ് എങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? അതാണ് പറയുന്നത് ഇവിടെ. അബ്ജയവാങ്കുശാദ്യൈഹി, താമര, യവം, അങ്കുശം ഇത്യാദികളാൽ അടയാളപ്പെടുത്തപ്പെട്ട ഭൂമിക്ക് അലങ്കാരമായിരിക്കുന്ന അങ്ങയുടെ ആ ഭഗവാന്റെ പാദങ്ങൾ അവിടെ അങ്ങനെ ആ ഗോകുലത്തിലെ, ഇവിടെ വൃന്ദാവനത്തിൽ എന്ന് പറയുന്നു, അവിടെ കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഭഗവാന്റെ കാൽപ്പാട് തന്നെയാണ് എന്ന്. അങ്ങനെ അവിടെ അപ്പോ മേൽപ്പത്തിൽ പറയാണ്, ഇങ്ങനെ ഇത്രയും നിഷ്കളങ്ക ഭക്തിയോടുകൂടി അവിടെ കിടന്ന ആ ഭക്ത്യാതിരേഖം കൊണ്ട് അവിടെ കിടന്ന് ഉരുണ്ടു അല്ലേ, ആ പൊടി തൻ്റെ മേലെ പറ്റാൻ വേണ്ടിയിട്ട്. ഭഗവാന്റെ ആ കാലിന്റെ പാദങ്ങളുടെ സ്പർശമേറ്റ ആ പൊടി തൻ്റെ ശരീരത്തിൽ പറ്റണമെന്ന് വിചാരിച്ച് അവിടെ കിടന്ന് ഉരുണ്ടു. അപ്പോ അതിനുള്ള ഒരു ഭക്തി അല്ലെങ്കിൽ ആദരവോടെ ഉരുണ്ടു. അപ്പൊ പറയാണ്, കിം ബ്രൂമഹേ ബഹുജനാഹി തദാപി ജാതായേവം തു. ഓ കിം ബ്രൂമഹേ, എന്ത് പറയാനാണ്, അന്നും കുറെ ഭക്തന്മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും പരഭക്തന്മാര് വിരളമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ അക്രൂരര് ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടിയില്ലേ, കണ്ടു. അതേ സമയം ഇനി വരാൻ പോകുന്ന ഒരു ദശകത്തില്
ഉദ്ധവദൂത്യം, അതിൽ ഉദ്ധവനെ പറഞ്ഞയക്കുന്നുണ്ട് ഭഗവാൻ ഗോപികമാരുടെ അടുത്തേക്ക് അല്ലേ. ഗോപികമാരുടെ വിഷമിച്ചിരിക്കാതെ ഭഗവാൻ കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ലല്ലോ, കൃഷ്ണൻ പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ വിരഹം കൊണ്ട് ദുഃഖിക്കുന്ന ഈ ഗോപികമാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി സന്ദേശം കൊടുത്തയക്കുന്നുണ്ട്. ഈ ഉദ്ധവരും പരമഭക്തനാണ് ഭഗവാന്റെ, അതും വിജ്ഞാനിയാണ്, പണ്ഡിതനാണ്. ഉദ്ധവർക്ക് ഒരു ഗർവുണ്ട് ഉള്ളില്, ഞാൻ ഭഗവാന്റെ സുഹൃത്തും കൂടിയാണ്, ഭക്തൻ മാത്രമല്ല, ഞാൻ പിന്നെ ബൃഹസ്പതിയുടെ ശിഷ്യനാണ്, ദേവന്മാരുടെ ഗുരുവായുള്ള ബൃഹസ്പതിയുടെ ശിഷ്യനാണ് എന്നുള്ള കുറേ അഹങ്കാരമൊക്കെ ഉള്ളിലുണ്ട് ഉദ്ധവർക്ക്. ആ ഉദ്ധവര് ഇവിടെ വരുമ്പോ രഥത്തിൽ ഇവിടെ എത്തിയപ്പോ ഇതുപോലെയുള്ള ഒരു ഭക്തി ഉന്മാദ ലഹരി ഒന്നും ഉണ്ടായില്ല ഉദ്ധവർക്ക്. ഉദ്ധവര് നേരെ ഇവിടെ എത്തിയെന്നുള്ളൂ. അക്രൂര് കാട്ടിക്കൂട്ടിയ പോലൊന്നും കാട്ടിക്കൂട്ടിയില്ല. എന്താ കാരണം ഇതിന്? ഉദ്ധവരുടെ ചെറിയൊരു ഗർവമായിരിക്കാം. പക്ഷെ ആ ഗർവം അകന്നു പോയി ആ ഗോപികമാരെ കണ്ടപ്പോ. എന്താണ് അവിടെ താമസിച്ച് കുറച്ചു കാലം ഗോപികമാരുടെ ചേഷ്ടകൾ കണ്ടപ്പോ അത്ഭുതമായി. ഗോപികമാർ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഭഗവാനെ കുറിച്ചുള്ള കഥകൾ പറയും. എന്ത് ചെയ്യുന്നതൊക്കെ ഭഗവാനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അവരുടെ കഥകളും അവരുടെ ചേഷ്ടകളും ഒക്കെ. ഭഗവാൻ കൃഷ്ണനെ കുറിച്ചാണ് അവർക്ക് എന്നും പറയാനുള്ളൂ. ഇത് കണ്ടപ്പോ തന്നെ ഉദ്ധവർക്ക് അത്ഭുതമായി. ഈ പശു പെൺകിടാങ്ങള് കണ്ടില്ലേ, എന്താ പഠിച്ചേക്കണ അവര്? വേദാന്തം പഠിച്ചിട്ടുണ്ടോ, ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? പക്ഷെ അവരെ ഭക്തി നോക്കൂ. ഓ, ഈ ശാസ്ത്രം കൊണ്ടും വേദാന്തം കൊണ്ടൊക്കെ എന്താ കാര്യം? ഈ ഗോപികമാരെ ഞാൻ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപികമാര് തന്നെയാണ് വലിയ ഭക്തകൾ എന്ന് നമസ്കരിക്കട്ടെ എന്ന്, ആ ഗോപികമാരുടെ ഭക്തിയുടെ മുമ്പിൽ നമസ്കരിക്കട്ടെ എന്നാണ് പറയുന്നത്. അത്രയും അതിശയമായി ആ ഉദ്ധവർക്ക് ഈ ഗോപികമാരുടെ ഭക്തി കണ്ടപ്പോ. പിന്നെ അദ്ദേഹം തിരിച്ചു പോകുമ്പോ ശ്രീകൃഷ്ണൻ മനസ്സിലായി, ഉദ്ധവർക്ക് കാര്യം മനസ്സിലായി, തന്റെ ഗർവൊക്കെ അകന്നു എന്ന്. അപ്പോ ആ ഉദ്ധവരും അക്രൂരും തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരും ഭക്തന്മാർ തന്നെയാണ്, സംശയമൊന്നുമില്ല. രണ്ട് പരഭക്തന്മാരില്ലേ ഭഗവാന്റെ, അതാണ് പറയുന്നത്. അപ്പോ ഈ അക്രൂരര്, അപ്പോ ആ ഗോപികമാരുടെ ആ മധുരഭക്തി, അക്രൂരരുടെ ഈ പരമമായ ഈ ഭക്തി കണ്ടില്ലേ, ആ ഭക്തി, പിന്നെ അതുപോലെ തന്നെ ഉദ്ധവരുടെ ഭക്തി, ഇതൊക്കെ അനുപമങ്ങളായ ഭക്തികളാണ്, ഭക്തി വിശേഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അക്രൂർ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഭഗവാന്റെ ചരിത്രങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഇത്ര ഗോപഭവനാനി എന്നല്ലേ പറയുന്നത്. ഗോപന്മാരുടെ ഭവനത്തിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഭവചരിത്ര ഗീതാമൃത പ്രസൃത കർണരസായനാനി, അവിടെ എന്താ കേൾക്കുന്നത്? ഭഗവാനെ കുറിച്ചുള്ള കഥകൾ പറയാ. അപ്പോ ആ ചരിതാമൃതം, അതിന്റെ പ്രവാഹമാകുന്ന കർണരസായനം അങ്ങനെ ഒഴുകാണ് അവിടെ. ഭഗവാൻ ചരിതത്തിന്റെ പ്രവാഹമാണ് അവിടെ. ആ കർണരസായനം പോലെ അങ്ങനെ ഒഴുകുന്നുണ്ട്. അതിങ്ങനെ അങ്ങനെയുള്ള ഗോപഭവനങ്ങള്, ആ ഗോപഗൃഹങ്ങൾ, അതിനെ ദർശിച്ചുകൊണ്ട് അപ്പോഴേക്കും വീണ്ടും ആ ഭഗവാനുള്ള ഭക്തിയാധിക്യം കൊണ്ട്, ഭക്തിയാതിരേകം കൊണ്ട് വീണ്ടും ആനന്ദ നദിയിൽ കൂടെ ഒഴുകിപ്പോകുന്ന പോലെയാണ് ഇത്രേ അവിടെ എത്തിച്ചേർന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ എത്തിച്ചേർന്നു. അതാണ് ഗച്ഛൻ ഭവന സന്നിധിമന്വയാസീത്, അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേർന്നു. ആദ്യമായിട്ടാണ് അക്രൂര് ശ്രീകൃഷ്ണനെയും ബലരാമനെയും കാണുന്നത്. ശ്രീകൃഷ്ണന്റെയും രാമന്റെയും പല അദ്ഭുത കൃത്യങ്ങളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. അവര് അമ്പാടിയിൽ പല അദ്ഭുത കൃത്യങ്ങൾ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. എല്ലാം അറിയാം. ഗോവർദ്ധനം പർവ്വതം ഉയർത്തിപ്പിടിച്ചതൊക്കെ കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ കഥ ലീലകളെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ അവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോ അവരെ എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 8ാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: താവദ്ദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ. അദ്ദേഹം ഈ വൈകുന്നേര സമയമായപ്പോ പശുവിനെ കറക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാത്രേ. അതിങ്ങനെ കാണാനുള്ള കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുകയാണെന്നാണ്. അപ്പോ പശുദോഹ വിലോകലോലം എന്നാ പറയുന്നത്. അവിടെ എത്തിയ പശുവിനെ കറക്കുന്നത് ഇങ്ങനെ നോക്കി കാണാൻ ഇങ്ങനെ കൊതി പൂണ്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടെ വേറൊരു വ്യംഗ്യമായിട്ട് വേറെ അർത്ഥം കൂടിയുണ്ട്. എല്ലാ അഭിലാഷങ്ങളെയും കറന്നെടുക്കുന്ന കാമധേനുക്കള്, ആ പശുക്കൾ, ആ കാമധേനുക്കളുടെ രക്ഷകനാണ് ഞാന് എന്നുകൂടി കാണിക്കേണ്ടത്ര അവിടെ. അതാണ് പറയുന്നത്. അപ്പോൾ എല്ലാ അഭിലാഷങ്ങളെയും കറന്നെടുക്കാവുന്ന കാമധേനുക്കളുടെ രക്ഷകനാണ് ഞാന് എന്നുകൂടി അവിടെ പ്രതിഫലിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി, കണ്ടു. പിന്നെ കണ്ട എന്താ തോന്നുക? ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം, ഭക്തോത്തമനായിട്ടുള്ള അക്രൂരരുടെ ആഗമനത്തെ ഇങ്ങനെ
എന്നെ കാത്തു നിൽക്കാൻ തോന്നുത്രേ. ഇത് കവി പറയുന്നതാണ് ഇവിടെ. കവി പറയാണ്, അങ്ങ് അവിടെ നിന്നിരുന്നു. ആ പശുവിന്റെ കറവ് ഇങ്ങനെ കണ്ടുകൊണ്ട് കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് അങ്ങ്. പക്ഷെ അത് കണ്ട എന്താ തോന്നുന്നത് വെച്ചാൽ, അവിടെ നിൽക്കുന്ന കണ്ടാല് ആ ഭക്തൻ, എൻ്റെ ഒരു ഭക്തത്വം വരുന്നുണ്ട്, അവന്റെ ആ ആ ഒരു വരവിനെ ഞാൻ ഇവിടെ ഇങ്ങനെ പ്രതിപാലയന്തം, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് തോന്നത്തിനെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം അഗ്രജനോട് കൂടിയവനാ, ബലരാമനൊപ്പമുണ്ട്. ബലരാമനോട് കൂടിയവനായിട്ട് ശ്രീകൃഷ്ണനെയാണ് കാണുന്നത്. പിന്നെ അത് വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് മേൽപ്പത്തൂര്. അതാണ് അന്തർബ്രഹ്മാനുഭൂതിരസ സിന്ധുമിവോദ്വമന്തം എന്നാണ്. അത് വളരെ വളരെ നല്ലൊരു, എന്താ പറയുക, അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ് അവിടെ. അതായത് ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ് ബ്രഹ്മ ആസ്വാദരസ അർണവത്തെ പുറത്ത് പ്രകാശിപ്പിക്കുന്ന തോന്നത്തിനെ കണ്ടു കഴിഞ്ഞാൽ, ബ്രഹ്മസ്വരൂപൻ, ബ്രഹ്മാനന്ദ സ്വരൂപൻ, സച്ചിദാനന്ദ സ്വരൂപനാണേ. അപ്പൊ അത് തോന്നും കണ്ടാന്ന്. അതിങ്ങനെ ബ്രഹ്മ ആസ്വാദരസ അർണവത്തെ പുറത്ത് പ്രകാശിപ്പിക്കുന്നവനോ എന്ന് തോന്നുവണ്ണമാണ് അത്രേ ശോഭിക്കുന്നത് ഭഗവാൻ ബലരാമനോട് കൂടിയവനായിട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ബലരാമനെയും ശ്രീകൃഷ്ണനെയുമാണ് ഇപ്പോ ഈ അക്രൂരിൽ കാണുന്നത്. പിന്നെ എങ്ങനെയാണ് അവര്, വൈകുന്നേരമാണ് സമയം. അപ്പോൾ പോയിട്ടൊന്ന് കുളിക്കും അല്ലേ, കുളിച്ച് വന്ന്, അപ്പോൾ കുളിച്ച് നല്ല വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിക്കും. പക്ഷെ അധികം ആഭരണമൊന്നും ഇടില്ലല്ലോ, വൈകുന്നേരമല്ലേ. അതാ പറയുന്ന അടുത്തത്, സായന്തനാപ്ലവ വിശേഷ വിവിക്തഗാത്രൗ ദൗപീത നീലരുചിരംബരലോഭനീയോ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ രണ്ടുപേരും എന്താ വ്യത്യാസം? ഒരാളും മഞ്ഞപ്പട്ട് ശ്രീകൃഷ്ണൻ, ബലരാമൻ നീലപ്പട്ട്, ഇങ്ങനെ ധരിച്ചുകൊണ്ട് നിൽക്കാണ് അവിടെ. അവരാണെങ്കിൽ ആ സായം സ്നാനം കഴിഞ്ഞിട്ട്, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വൈകുന്നേരം സ്നാനം കഴിഞ്ഞ് അവര് വളരെ വിമലമായ ശരീരമാണ്. അപ്പൊ സ്നാനം കഴിഞ്ഞിരിക്കുകയല്ലേ, അങ്ങനെയുള്ള ശരീരത്തിൽ കൂടിയവരായിട്ട് അധികമൊന്നും ആഭരണങ്ങളൊന്നുമില്ല, എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തിനാലേ പൊന്നുംകുടത്തിന് പൊട്ട എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഭഗവാൻ അല്ലെ വളരെ മനോഹരനാണ്. ആഭരണങ്ങളൊന്നും വേണ്ട മനോഹാരിത കൂട്ടാനൊന്നും. അപ്പോൾ അങ്ങനെ അത്യാവശ്യ ആഭരണങ്ങൾ മാത്രം ഉള്ളൂ. അതെ, അങ്ങനെയുള്ള ഭഗവാനെയും ഭഗവാനായ ആ രണ്ടുപേരെയും ജഗദീശ്വരന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാരെ അവര് മന്ദസ്മിതാർദ്രവദനോ എന്നാണ്. മന്ദസ്മിതം പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾ രണ്ടുപേരെയും കണ്ടു എന്നാണ് മേൽപ്പത്തിൽ പറയുന്നത്. ഭഗവാനോട് പറയാണ്, നിങ്ങൾ രണ്ടുപേരെയും എന്നാണ്. അതാണ് പറയുന്നത് അവിടെ മേൽപ്പത്തിൽ. കണ്ടു, അക്രൂരര് രണ്ടുപേരെയും കണ്ടു. അപ്പൊ അങ്ങനെ അക്രൂരിന് ദർശനം കിട്ടി ഇപ്പൊ രണ്ടുപേരുടെയും. എന്തുകൊണ്ടാണ് ആദ്യം അക്രൂർ വിചാരിച്ചത് വിഘ്നം വരുമോ എന്ന് വിചാരിക്കാൻ കാരണം എന്താന്ന് വെച്ചാല്, കംസൻ ശത്രുവാണ്. അപ്പൊ കംസന് ദൂതൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വീകരിക്കോ എന്നൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണ്, ശ്രീകൃഷ്ണനും ബലരാമനൊക്കെ ജഗദീശ്വരന്മാരാണ്, സർവജ്ഞന്മാരാണ്, അവർക്ക് അറിയാം ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരാളുടെ ഇംഗിതം എന്താണെന്ന്. അതുകൊണ്ട് എന്തായാലും എന്നെ സ്വീകരിക്കും എന്ന് ഉള്ളിലും മനസ്സിൽ തോന്നലുണ്ടായി ആർക്ക്? അക്രൂരന്. അങ്ങനെ ഇവിടെ എത്തി. കുറച്ച് അകലെന്ന് കണ്ടപ്പോഴേക്കും ദൂരാദ്രഥാത് സമവരുഹ്യ നമന്തമേനം, രഥത്തിൽ നിന്ന് വേഗം ഇറങ്ങിയിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. ആദ്യം ഭാഗവത്ത് പറയുന്നുണ്ട്, ദണ്ഡ നമസ്കാരം ചെയ്തു എന്നാ പറയുന്നത്. ആദ്യം നേരെ അങ്ങ് നമസ്കരിച്ചു. അപ്പോഴേക്കും വേഗം വന്നിട്ട് ഉത്ഥാപ്യ ഭക്തകുലമൗലിമഥോപഗൂഹൻ, വേഗം എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചു എന്നാണ് ഭഗവാൻ. ശ്രീകൃഷ്ണൻ അക്രൂരനെ കെട്ടിപ്പിടിച്ചു അത്രേ. ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ ആശ്ലേഷം അനുഭവിക്കാനുള്ള ഭാഗ്യം, മഹാഭാഗ്യം പരമഭക്തനായ അക്രൂരർക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. അക്രൂരൻ എന്നെ കെട്ടിപ്പിടിച്ചു. ആദ്യം വിചാരിച്ചല്ലോ എന്നെ കെട്ടിപ്പിടിക്കോ, കാണാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിൽ ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ എല്ലാ ആഗ്രഹങ്ങളും ഇപ്പോൾ സഫലമായി എന്ന് പറയാം. അങ്ങനെ വേഗം തന്നെ ഭക്തകുലമൗലിമഥോപഗൂഹൻ, പിന്നെ സന്തോഷത്തോട് കൂടിയിട്ട് മിതാക്ഷരഗിര എന്നാണ്. ഈ അധികമൊന്നും ചോദിച്ചില്ല, കുറച്ച് കുശലം ചോദിച്ചു. എന്നിട്ട് കൈ പിടിച്ചിട്ട് പാണീം പ്രഗൃഹ്യ സബലോധ ഗൃഹം നിനേഥ,
ശരിക്ക് ഭാഗവത്ത് പറയുന്നത് രണ്ടുപേരും കൂടി പിടിച്ചതാണ് പറയുന്നത്, കൈ പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇവിടെ അതായത് ബലരാമനോട് കൂടിയിട്ട് കൈ പിടിച്ചിട്ട് ശ്രീകൃഷ്ണൻ അങ്ങനെ അക്രൂരരെ തൻ്റെ ഗൃഹത്തിലേക്ക് ആനയിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ അവിടെ എത്തി. ഇനി അവിടെ എത്തിയപ്പോഴേക്കും അക്രൂരൻ കംസന്റെ മന്ത്രിയാണ്. അവിടെ എത്തിയപ്പോഴേക്കും നന്ദഗോപരും യശോദ എല്ലാവരും ചേർന്ന് ഭഗവാനും അതായത് രാമകൃഷ്ണന്മാരും എല്ലാവരും ചേർന്ന് വേഗം സ്വീകരിച്ചിരുത്തി. അതിഥിയാണ്. അതിഥി ദേവോഭവ എന്ന് നമ്മൾ പറയാറില്ലേ സാധാരണ. അതിഥിയെ ഒരു ഈശ്വരനായിട്ട് നമ്മുടെ സംസ്കാരത്തിൽ കാണാം. നമ്മൾ ഈശ്വരനായിട്ട് കാണാം. അതിഥി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പോലെയാണ്. അങ്ങനെ സ്വീകരിച്ചിരുത്തി പാദങ്ങൾ കഴിയിച്ചു വേഗം. അപ്പൊ അവിടെ ആ അതിഥി സത്കാരത്തിന്റെ ഒരു വളരെ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് ഭാഗവത്തില്. ബലരാമൻ ശ്രീകൃഷ്ണനും കൂടിയിട്ട് എങ്ങനെയാണ് ആ അക്രൂരരെ സ്വീകരിച്ചിരുത്തിയതും അതുപോലെ തന്നെ നല്ല പരിശുദ്ധമായ ഭക്ഷണം കൊടുക്കുക അല്ലെ. അതിഥി വരുമ്പോ എന്താ ചെയ്യാ നമ്മള്? ആ അപ്പം ഉണ്ടാക്കുന്ന ഭക്ഷണമേ കൊടുക്കുള്ളൂ, തലേ ദിവസത്തെ ഭക്ഷണം ഒന്നും കൊടുക്കില്ല. അത് അതിഥിയാണ്, ദേവനെ പോലെയാണ്, ഈശ്വരനെ പോലെയാണ്. അങ്ങനെ ആ ഭക്ഷണം കൊടുത്തു. ഇവര് ഗോകുലവാസികളാണ്, ഇഷ്ടം പോലെ ഗോക്കളുണ്ട്. അപ്പൊ ഗോവിനെ അവര് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അക്രൂരർക്ക് പശുവിനെ കൊടുത്തു എന്നാ പറയണത്, ഒരു ഗിഫ്റ്റ്. അങ്ങനെയൊക്കെയാണ് ഭാഗവത്ത് പറയുന്നത്. അങ്ങനെ വേഗം സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പിന്നെ ചോദിക്കണ്ട്, എങ്ങനെയാണ് അവിടുത്തെ അങ്ങയുടെ ജീവിതം? നിങ്ങളൊക്കെ അത് ഭാഗവത്ത് പ്രത്യേകം പറയുന്നുണ്ട് അവിടെ. അതൊരു നോക്കിക്കോളൂ. പപ്രച്ഛ സത്കൃതം നന്ദ കഥം സ്ഥ നിരനുഗ്രഹേ കംസേ ജീവതി ദാശാർഹ സൗനപാലായുവാവയ എന്നാണ് ഭാഗവത്ത് പറയുന്നത്. അതായത് എന്താ പറയുന്നത് വെച്ചാല്, സത്കാരമൊക്കെ സ്വീകരിച്ച് സുഖിച്ചിരിക്കുന്ന അക്രൂരന് സമീപത്തില് നന്ദഗോപൻ വന്നു. അല്ലയോ ദാശാർഹ, ലേശവും ദയയില്ലാത്ത കംസന്റെ കീഴിൽ, കശാപ്പുകാരന്റെ കീഴിൽ വളരുന്ന ആടുകൾ എന്ന പോലെയല്ലേ നിങ്ങളൊക്കെ ഇരിക്കുന്ന അവിടെ എന്നാ ചോദിക്കുന്നത്. അതായത് ഇങ്ങനെ അപ്പൊ അങ്ങനെ ഒരു കശാപ്പുകാരന്റെ കീഴിൽ വളരുന്ന ആടുകൾ എന്ന പോലെ വളരുന്ന നിങ്ങൾ കംസൻ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാ സുഖിക്കുക? ചോദിക്കുന്നതിന് അർത്ഥമുണ്ടോ? കുശലമാണോ ചോദിക്കുന്നതിന് അർത്ഥമുണ്ടോ? കാരണം കംസൻ ഒരു കശാപ്പുകാരനെ പോലെ ദുഷ്ടനാണ്. ആ കംസൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ ജീവിക്കുന്ന ആടുകളെ പോലെയാ. എങ്ങനെയാ കശാപ്പുകാരൻ്റെ ആടുകള് എന്നാ അറിയില്ല, എപ്പോഴാ കൊല്ലാൻ നിശ്ചയില്ല, അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ. അതുപോലെയാണ് ഇവരുടെ സ്ഥിതി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ എന്ത് കുശലം ചോദിക്കാനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നന്ദഗോപർ പറയുന്നത് അങ്ങനെയാണ്. അപ്പോ ഇങ്ങനെ ഭഗവാനും അതായത് ശ്രീകൃഷ്ണനും ബലരാമനും നന്ദഗോപരും എല്ലാവരും ചേർന്ന് ആ അക്രൂരനെ സ്വീകരിച്ചിരുത്തി വേണ്ട പോലെ സത്കരിച്ചു. പിന്നീട് നന്ദഗോപരോട് പറയാണ്, അവിടെ ഒരു ധനുർയാഗമുണ്ട്, അതിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം എന്ന കംസന്റെ ആജ്ഞയാണ്. എല്ലാവരെയും ക്ഷണിക്കുന്നു. മധുരയിൽ നടക്കാൻ പോകുന്ന ധനുർയാഗത്തിലേക്ക് ധനുർയാഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനും ബലരാമനും പിന്നെ അവിടുത്തെ അമ്പാടിയിലെ എല്ലാവരും നന്ദഗോപരും യശോദയും എല്ലാവരും വരണം, അതൊന്ന് വിളംബരം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ അവിടെ നന്ദഗോപര് പറഞ്ഞ് വിളംബരം ചെയ്യിച്ചു. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ ധനുര്യാഗമെന്നും എന്തിനാണ് രാമകൃഷ്ണന്മാരെ താൻ കൊണ്ടുപോകുന്നത് തൻ്റെ രഥത്തിൽ തന്നെ എന്നൊക്കെ കാര്യങ്ങള് നന്ദഗോപർക്ക് അറിയില്ല ശരിക്കും. പക്ഷെ അത് കൃഷ്ണനോട് എടുത്ത് പറഞ്ഞു. ഇതിന്റെ ഉദ്ദേശം നിങ്ങളെ രണ്ടുപേരെയും വധിക്കാനാണ്. എല്ലാ കഥകളും അക്രൂരനെ തുറന്നു പറഞ്ഞു. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്തുകളെ കുറിച്ചൊക്കെ എല്ലാം അവിടെ തുറന്നു പറഞ്ഞു. അങ്ങനെ എല്ലാം തുറന്ന് പറയുമ്പോ ശ്രീകൃഷ്ണനും ബലരാമനും മനസ്സിലായി. പക്ഷേ അവർ ചിരിച്ചതേ ഉള്ളൂ. അവരത് നന്ദഗോപരോട് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ഇവരെ പോവാൻ സമ്മതിക്കില്ല, ആരും പോവില്ല. പിന്നെ അപ്പോ നന്ദഗോപർക്കും ഗോപന്മാർക്കും എന്താ വിചാരം എന്ന് വെച്ചാൽ അവിടെ ഉത്സവമാണ്, അതിന് പോവാണെന്നല്ലോ. അപ്പൊ നന്ദഗോപര് പറഞ്ഞു എല്ലാ ഗോപന്മാരോടും, എല്ലാവരും തൈരും വെണ്ണയും പാലും ഒക്കെ എടുക്കും, നമുക്ക് അവിടെ കൊണ്ടുപോയി കാഴ്ച വെക്കണം രാജാവിന് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വണ്ടികളും പോണം, ഒപ്പം കുറെ കാളവണ്ടികളും അങ്ങനെ വണ്ടികളൊക്കെ പോണം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ചിട്ട കൂട്ടി. ഇങ്ങനെയാണ് ആ അക്രൂരൻ പിറ്റേന്ന് രാമകൃഷ്ണന്മാരെ തൻ്റെ രഥത്തിലിരുത്തി കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ മറ്റുള്ള ഗോപന്മാരും നന്ദഗോപുരമൊക്കെ പിന്നാലെ പോകുന്നു. ഇങ്ങനെയാണ് ഈ
അക്രൂര് ഇവിടെ ആഗമനവും പിന്നെയുള്ള അമ്പാടിയിലേക്കുള്ള പോക്കും. പക്ഷേ അക്രൂർ ഇവിടെ വന്നു, അതിനിപ്പോൾ അടുത്ത ദശകത്തിലാണ് മേൽപ്പത്തൂർ പറയുന്നത്. 72-ലില്ല, 72-ൽ ഇവിടെ എത്തി, ഇവിടെ താമസിച്ചു. അക്രൂരും ശ്രീകൃഷ്ണൻ ബലരാമൻ ആ ദിവസം രാത്രി അക്രൂരിന്റെ ഒപ്പം തന്നെ ശ്രീകൃഷ്ണൻ ബലരാമനും എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അക്രൂരെ ആ പരഭക്തനായ അക്രൂരെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് കുശലപ്രശ്നങ്ങളും മറ്റും ചോദിച്ചുകൊണ്ട് ആ മധുരയിലെ കഥകളെയും മറ്റൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഭഗവാൻ അവിടെ അന്ന് രാത്രി കഴിച്ചു കൂട്ടി എന്നാണ് ഈ 11-ാം ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ 12-ാമത്തെ ശ്ലോകത്തിൽ എന്താന്ന് വെച്ചാൽ, ഗോപികമാർക്ക് അന്ന് വൈകുന്നേരം കഴിഞ്ഞപ്പോഴേക്കും ശ്രീകൃഷ്ണൻ എവിടെയും കാണുന്നില്ല. സാധാരണ ശ്രീകൃഷ്ണൻ പുറത്തൊക്കെ നടക്കുന്ന ഒരാളാണല്ലോ, അപ്പൊ എവിടെ കാണും. അപ്പൊ വിചാരിക്കുകയാണ്, ശ്രീകൃഷ്ണനാണെങ്കിൽ ശ്രീകൃഷ്ണനും ബലരാമനും ഈ അക്രൂരിന്റെ ഒപ്പം തന്നെ ഇരുന്ന ആ ദിവസം രാത്രി മുഴുവൻ തന്നെ വീണ്ടും ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോ ഗോപികമാർക്ക് അത് മനസ്സിലായില്ല. അപ്പൊ എന്ത് വിചാരിക്കുകയാണ്, ചന്ദ്രാഗൃഹേ കിമൂത്ത ചന്ദ്രഭഗ ഒന്നും ചൊല്ലാം, ചന്ദ്രാഗൃഹേ കിമൂത്ത ചന്ദ്രഭഗാഗൃഹേന്നു രാധാഗൃഹേന്നു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബതയിതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശി മരുത്പുരനാഥ പായാഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുന്നത്. അതായത് അവർ വിചാരിക്കുകയാണ്, അതായത് ഈ വഞ്ചകനായ കൃഷ്ണൻ ചന്ദ്രയുടെ ഗൃഹത്തിലാണോ അതോ ചന്ദ്രഭഗയുടെ ഗൃഹത്തിലാണോ അതോ രാധയുടെ കാണാനില്ല എവിടെയും അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു ആ ഗോപസ്ത്രീകള്. അങ്ങനെ ശങ്കിക്കപ്പെട്ടവനായ ഭഗവാനെ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂർ പറയുന്നു. ഇങ്ങനെയാണ് മേൽപ്പത്തൂർ ദശകം അവസാനിപ്പിക്കുന്നത്. അപ്പോ ഈ അക്രൂരുടെ ഭക്തി നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, നിഷ്കളങ്കമായ ഭക്തിയാണ് അക്രൂരുടെ ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഒരു പരേച്ഛയും കൂടാതെ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ പരഭക്തനായ അക്രൂര്, ആ ഭക്തിയാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതില് നാം എല്ലാവരും ഭഗവാനെ ധ്യാനിക്കുന്നു. അപ്പോൾ നാം ഭഗവാനിൽ നമ്മുടെ എല്ലാം അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുകയും നമ്മൾ അത് ആലാപനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഭക്തി വർദ്ധിക്കും. അപ്പോൾ ഭക്തി മാർഗമാണ് ഈ കലിയുഗത്തില് മോക്ഷം കിട്ടാനുള്ള ഏറ്റവും എളുപ്പത്തിൽ മോക്ഷം കിട്ടാനുള്ള, അനായാസേന മോക്ഷം കിട്ടാനുള്ള മാർഗം എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആ പരമഭക്തനായ അക്രൂരരുടെ ഒരു ചെറിയ അംശം ഭക്തിയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു ശ്ലോകം കൂടി ചൊല്ലി ഞാൻ ഭഗവാനെ ഒന്ന് ബന്ധിക്കട്ടെ. തത്ക്രൂര കംസവചസാബല സംയുതം ത്വാമാനേതുമേവ ഭഗവൻ വ്രജമാഗതം തം അക്രൂരനാമക യദുത്തമ ഭക്തവര്യം സംപൂജയന്തമനിലേശ ഭവന്തമീടേ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.